അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം. ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. അതായത് വിവാഹത്തിന് മുൻപ്. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. എനിക്ക് വയ്യ ജോസഫ്, ഇനി ഒരടി നടക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാതാവ് ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ
കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. ദയവായി ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ചാലും. സാൻജോസ് കുടുംബാംഗങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ, പ്രാർത്ഥനകൾ നേരുകയാണ്. പ്രിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ഫെലിൻ ജോസഫ്, പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ഷാബു ഫിലിപ്പ്, സ്നേഹം നിറഞ്ഞ അധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, ഒരുപാട് സ്നേഹമുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ക്രിസ്മസ് നമുക്കൊക്കെ ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ഓർമ്മകൾ പങ്കിടുന്ന ദിനങ്ങളാണ്. വളരെ ഹാപ്പി ആയിട്ടാണ് നാം എല്ലാവരും ഉള്ളത്. വലിയ ഉത്സാഹത്തിലാണ്. ക്രിസ്മസിൽ ഏറ്റവും വലിയ സന്തോഷം അതുവരെ കാണാതിരുന്നൊരു നക്ഷത്രം ആകാശത്ത് ഉദിച്ചു എന്നുള്ളതാണ്. അത് രക്ഷകന്റെ പിറവി സൂചിപ്പിക്കുന്ന നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രം കണ്ട് ഇടയന്മാർ, പൂജരാജാക്കന്മാർ അവരെല്ലാവരും ഉണ്ണിമിശിഹായെ കാണാൻ, മാതാവിനെയും യൗസേപ്പ് പിതാവിനെയും ഒക്കെ കാണാനായി പുൽക്കൂട്ടിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ഓർമ്മയും സന്തോഷവും ഒക്കെ നമുക്ക് അറിയാവുന്ന വിശേഷങ്ങളാണ്. അച്ഛൻ ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അത് പുൽക്കൂടിന്റെ സൗന്ദര്യവും ഭംഗിയുമാണ്. പുൽക്കൂട്ടിൽ എല്ലാ ആളുകളും ഉണ്ട് എന്നുള്ള കാര്യമാണ് അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിൽ വലിയ ജ്ഞാനികളുണ്ട്, മഹാജ്ഞാനികളായിട്ടുള്ള പൂജരാജാക്കന്മാരുണ്ട്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഒക്കെ കഥകൾ, വിശേഷങ്ങൾ, അറിവുകൾ അറിയുന്ന ആളുകൾ. അവരാ ജ്ഞാനത്തിൽ നിന്നാണ് പുൽക്കൂട് തിരഞ്ഞ് തേടി എത്തുന്നത് എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അവർ മാത്രമല്ല, പാവപ്പെട്ട ഇടയന്മാർ അവിടെയുണ്ട്. ആടുകളെ രാപ്പാർത്തിരിക്കുന്ന, അവർക്ക് കാവലിരിക്കുന്ന ഇടയന്മാർ ആ കൂട്ടത്തിലുണ്ട്. ഇടയന്മാര് മാത്രമല്ല, ആ ദേശവാസികൾ, ആ വിവരം അറിഞ്ഞ് പുൽക്കൂടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത ആളുകൾ, ഒപ്പം മാലാഹ വൃന്ദമുണ്ട്. അവരാണ് വലിയ പാട്ടൊക്കെ പാടി ആഘോഷമാക്കുന്ന മാലാഹ വൃന്ദങ്ങളുണ്ട്. അപ്പൊ ആകാശവും ഭൂമിയൊക്കെ സംഗമിക്കുന്ന, വ്യത്യസ്ത സംസ്കാരത്തിലുള്ള ആളുകൾ കണ്ടുമുട്ടുന്ന ഇടമായി പുൽക്കൂട് മാറുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഒരുപക്ഷെ സമാനമാണ് നമ്മുടെ സ്കൂൾ ജീവിതം. ഓരോ ദിനവും വ്യത്യസ്തമായ ക്ലാസ് മുറിയിൽ എത്ര പുതിയ അറിവുകളാണ്, എത്ര പുതിയ സംസ്കാരങ്ങളാണ്, എത്രയോ പുതിയ ആലോചനകളാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. ആകാശത്ത് നക്ഷത്രം ഉദിച്ച ക്രിസ്മസ് പോലെ നമ്മെയും ഈ സാൻജോ സ്കൂളിലേക്ക് സൂപ്പർ സ്റ്റാർ ആക്കുന്നത് ആദരവോടെ പരസ്പരം സംഗമിക്കുന്ന ഈ വ്യത്യസ്തമായ സംസ്കാരങ്ങളാണ്. ഒരു പുൽക്കൂട് പോലെ ആ പുൽക്കൂടിന്റെ ചിന്തയും ബോധ്യവും ഒക്കെയുള്ള ഒരു സമൂഹമായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യത്യസ്ത തലങ്ങളിൽ നിന്ന്, സമൂഹത്തിന്റെ വ്യത്യസ്ത അടരുകളിൽ നിന്ന് നാം ഒരുമിച്ച് കൂടുന്നു, ഒരേ വിശേഷം പങ്കിടുന്നു, ഒരേ സ്കൂൾ അനുഭവം നാം പങ്കിടുന്നു. വളരെ സന്തോഷകരമായ കാര്യം. നമുക്ക് പരസ്പരം ആദരവോടെ, വലിയ സ്നേഹത്തോടുകൂടി, വലിയ സന്തോഷത്തോടെ ഈ ക്രിസ്മസിനെ വരവേൽക്കാം. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ നേരുന്നു. ഈ പുൽക്കൂടിന്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കാം. ആദരവോടുകൂടി പരസ്പരം സംവദിക്കുന്ന, സംസ്കാരങ്ങളെ അടുത്തറിയുന്ന ഒരു ജനതയായി, ഒരു സമൂഹമായി, അത്തരമൊരു തലമുറയായി സാൻജോസ് കുടുംബാംഗങ്ങൾക്ക് മാറാൻ പറ്റട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും സ്നേഹ മംഗളങ്ങൾ. Respected Father Manoj, my beloved teachers, dear students and parents, a star above, a silent night, a blessed hope of peace and joy. Wishing you all a Merry Christmas. There was once a man who loved peacocks. He spent all his savings for feeding them. He used to happily relax while watching them eat the grains he threw on the ground. One day, he decided to go near them. He was almost sure that they would come to him since he was feeding them daily. But unfortunately, when he walked near them, they all flew away. He was puzzled. Why don't they respond to my love? After some time, a friend of his saw him sad.
and therefore asked him what was wrong. The man explained the reason for his sadness. Listening to him, the friend told the man, "It is true that you love these peacocks, but they do not know that you love them. They can understand only if you were also a peacock." Explaining this tale, Archbishop Fulton Sheen once said, "Man cannot become a peacock, but God can become a man." Christmas is all about God becoming a man and residing with humankind. The whole meaning of Christmas is Emmanuel, God with us. The God who is with us loves us immensely during the springtime of life as well as during its winter. God wanted to teach us by His life that where there is love, there He would be. Though we are all longing for love, the world today is running short of pure love. Haven't we seen many people whose eyes well up when they talk about love? Only with loving eyes we will be able to see the divinity in a babe. Only with loving ears we will be able to hear the cries of Mary's child around us. Only with loving hands we will be able to hold the divine love that permeates the world. Only with loving hearts we will be able to transform our homes into the stable of Bethlehem. Not only on Christmas Day, but also the whole season of Christmas should fill us with a real joy of being loved and cared for. Let us also share the same joy of love to everyone around. I believe that for a loving heart, every day is Christmas. I wish you all a Merry Christmas and a prosperous New Year 2022. മെല്ലെ
choosing us, Lord. We got into a drifted bank and then we got upset. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Thank you.